ഹായ്, നമസ്കാരം. നമസ്കാരം രാഘവ് സാർ. എല്ലാവർക്കും നമസ്കാരം. രാഘവ് സാർ പേര് പരിചയപ്പെടുത്തി. സതീഷാണ്. ഓഡിയോ ആണോ സാർ? വോയിസ് കേൾക്കാവോ? യെസ് കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്ന് സന്തോഷത്തിലായിരിക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് വിഷമത്തിലാണ്, നമുക്കറിയാം. ഞാനും നിങ്ങളെപ്പോലെ വിഷമത്തിലാണ്. ഇതിൽ സന്തോഷിച്ചിരിക്കുന്നവരും ഉണ്ടാവാം. കാരണം ഐറിഷ് ഓൺലൈൻ ഷോപ്പിൽ എങ്ങനെ തകർക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് പേരും സന്തോഷിച്ചിരിക്കുന്നുണ്ടാവാം. ഓക്കെ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. നമുക്കിന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത് 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയും നമുക്ക് ലീഡർമാർ കയറാനുണ്ട്. ആദ്യം പറയാനുള്ളത് നമ്മുടെ അപ്ഡേഷൻ തന്നെയാണ്. ഐറിഷ് ഓൺലൈൻ ഷോപ്പിൻ്റെ അപ്ഡേഷൻ. ഒരുപാട് പേര് നമ്മുടെ അപ്ഡേഷൻ അറിയുന്നില്ല. അത് നമുക്കെതിരായിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് പല ആൾക്കാരും കേൾക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ദിവസം കൂടുമ്പോഴും 3 ദിവസം കൂടുമ്പോഴൊക്കെ ഐറിഷിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും, ഓരോരുത്തരെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീകുമാർ സാറാണ് നമ്മുടെ അഡ്വക്കേറ്റായിട്ട് ഇനി ഹൈക്കോടതിയിൽ കയറാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ഏറ്റവും പ്രഗത്ഭനാണ്, ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഡ്വക്കേറ്റാണ് ശ്രീകുമാർ സാർ. അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഒന്നും കൂടി ഞാൻ പറയുകയാണ്. നമ്മുടെ കേസ് നടക്കുന്നത് 23-നാണ് നമ്മുടെ ED CBI കോടതിയിൽ പ്രതാപൻ സാറിൻ്റെ ജാമ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദം ഓൾറെഡി കഴിഞ്ഞതാണ്. വിധിയാണ് 23-ാം തീയതി നമ്മുടെ ED കോടതിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളതിന് വെയിറ്റ് ചെയ്യുകയാണ്. ആ വിധി നല്ലതായിരിക്കും. ഏകദേശം 1.25 മണിക്കൂർ അവിടെ വിധി നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് നിന്ന് വാദം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടാണ്, ഞങ്ങൾ അതിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അടുത്തത് 24-ാം തീയതി ബഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഓൾറെഡി നമുക്ക് ഒരു വിധി വന്ന് രാത്രി 10 മണിയാകുമ്പോൾ നമ്മുടെ വീണ്ടും ഫ്രീസ് ചെയ്ത് ബന്ധപ്പെട്ട് ചലഞ്ച് ചെയ്തതിൻ്റെ കേസാണ് 24-ാം തീയതി ശ്രീകുമാർ സാറാണ് അതിന് നമ്മളെ കോടതിയിൽ കയറുന്നത്. അടുത്തത് 25-ാം തീയതി നടക്കുന്ന ഹൈക്കോടതി നടക്കുന്ന കേസ്. 25-ാം തീയതി നമ്മുടെ കേസ് നടക്കുന്നത് സമാന്തര അന്വേഷണം പാടില്ല എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കേസാണ്. അത് 25-ാം തീയതി നടക്കുന്നു. 29-ാം തീയതി തൃശ്ശൂർ സെഷൻ കോടതിയിൽ നടക്കുന്ന കേസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്ഡേഷൻ ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്ഡേഷൻ്റെ കാര്യങ്ങൾ ഇത്രയുമാണ്. ഓരോ അപ്ഡേഷനായി നിങ്ങൾ കൃത്യമായിട്ട് തരുന്നതാണ്. കൂടാതെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ FIRുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഞാൻ കുറച്ച് FIR വായിച്ചു നോക്കുമ്പോൾ, ചാക്കോ സാറിനൊക്കെ അറിയായിരിക്കും, കുറച്ച് FIR നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഐറിഷ് ഓൺലൈൻ ഷോപ്പിലേക്ക് വന്നിരിക്കുന്ന FIRകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്, കാരണം ഞാൻ പറയുന്നത് കേസ് കൊടുക്കുന്ന ആൾക്കാർ, കേസ് കൊടുക്കുന്ന കുറച്ച് മാന്യമായിട്ടെങ്കിലും കേസ് കൊടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇവിടെ കേസ് കൊടുക്കുന്നത്? വക്കീലന്മാർ എന്ത് തരത്തിലാണ് നിങ്ങളെ കേസ് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്? ഐറിഷ് ഓൺലൈൻ ഷോപ്പിയുടെ കാര്യം, ഇത്രയും ആൾക്കാർ ഒരു കുറച്ച് സമയം കൊണ്ട് ഐറിഷ് ഓൺലൈൻ ഷോപ്പിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നും ഐറിഷിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ, അതായത് ഇത് പൂട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. 1000 പേരാണ്, ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നു. എന്തിനാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഐറിഷ് ഓൺലൈൻ ഷോപ്പിൽ തിരിച്ചു വരണം എന്ന് ചിന്തിക്കുന്നതാണ്. ഞാൻ FIRയിലേക്കാണ് കിടക്കുന്നത്. FIR 1600 രൂപയുടെ ഒരു കേസാണ് നമുക്ക് ആദ്യം വന്നിട്ടുള്ളത്. 1600 രൂപയിൽ, അതായത് നിങ്ങൾ നോക്കണം, അതിൻ്റെ ഒരു കാര്യം ഞാൻ അതിലേക്ക് പറഞ്ഞു വരികയാണ്. 1600 രൂപ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അതായത് HRG ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ട് 1600 രൂപ എനിക്ക് നിങ്ങളുടെ ക്രിപ്റ്റോ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളിൽ വർക്ക് ചെയ്യുന്ന ഒരു മേഡത്തിനെ വിളിച്ച് 1600 രൂപയുടെ 10 കോയിൻ വാങ്ങിയിട്ട് അടുത്ത ആഴ്ച തന്നെ കേസ് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ മോട്ടീവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ HR കോയിൻ്റെ റേറ്റ് കൂടുമ്പോൾ അദ്ദേഹത്തിന് അത് വിൽക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അദ്ദേഹം എന്താണ് മോട്ടീവായിട്ട് വന്ന് HR ക്രിപ്റ്റോൻ്റെ പേരിൽ കേസ് കൊടുക്കുന്നു. അടുത്ത കേസ് സുൽത്താൻ ബത്തേരിയിൽ അർജുനൻ കൊടുത്തിരിക്കുന്ന കേസ്. അർജുൻ പറയുന്ന വ്യക്തി 30,000 രൂപ ഡിജിറ്റൽ കൺസൈൻമെൻറ്റ് അഡ്വാൻസ്, 3 കൺസൈൻമെൻറ്റ് അഡ്വാൻസ് എടുത്ത വ്യക്തിക്ക് ഏകദേശം 30,000-ന് മുകളിൽ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത്. ഇനി അടുത്ത ഇപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് കേസുകളുടെ കാര്യം പറയാം. ഞാനത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാവുകയാണ്.
കാരണം എന്താണെന്നറിയോ, ഞാൻ ഇത്ര പൈസ 13 ലക്ഷം രൂപ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെയാണ്? ഇത്ര ഐഡിയ എടുത്തു. കൃത്യമായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ, ഓരോ മീറ്റിങ്ങിലും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് കൺസൈൻമെന്റ് അഡ്വൈസ്. നിങ്ങൾ 100ഉം 1000ഉം വാങ്ങണമെന്ന് ഒരിക്കലും കമ്പനി പറയുന്നില്ല. 10,000 രൂപയുടെ കൺസൈൻമെന്റ്, 10 ലക്ഷം രൂപ, 13 ലക്ഷം രൂപ ഇട്ടു, എനിക്കൊന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഐഡി തുറന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് 6 ലക്ഷത്തിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എന്തില്ല, FIRൽ മെൻഷൻ ചെയ്തിട്ട് കാണുന്നില്ല. എന്തുകൊണ്ടാണത്? അടുത്തൊരു കേസ് വന്നിരിക്കുന്നത് 10,000 മുതൽ 28 ലക്ഷം രൂപ വരെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പറയുന്നത് 2019 മുതൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ ഓരോ കേസും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഈ FIR കാര്യങ്ങൾ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കേസുകളും അങ്ങനെയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ FIR ഇടൂ. നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് കമ്പനി ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ്? അത് നമുക്ക് കോടതിയിൽ തെളിയിക്കാൻ വേണ്ടി പറ്റില്ലേ? ചാക്കോ സാറിന് അറിയാലോ, അത് കൃത്യമായിട്ട് നമുക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട വന്നിരിക്കുന്നത്, ഇത് രണ്ടും നമ്മളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഓരോ ഐറിച്ചിന്റെ പ്രവർത്തകരോടും പറയാനുള്ളത്, ഞാൻ ഇപ്പോഴും 110% കോൺഫിഡൻസിൽ തന്നെയാണ്. കാരണം തിരിച്ചു വന്നിരിക്കും. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രാവും പകലും ഇതിനു വേണ്ടി നിൽക്കുക തന്നെയാണ്. ഐറിച്ച് ഓൺലൈൻ ഷോപ്പ് തിരിച്ചു വരും എന്ന് 100% വിശ്വസിച്ച് തന്നെയാണ് ഇന്നും ഇവിടെ ഇരിക്കുന്നത്. കാരണം ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്ന് പറയുന്ന പ്രതാപൻ സാറും ഇതിൻ്റെ മാനേജ്മെൻറ്റും ഇതിൻ്റെ ലീഡേഴ്സും ഇത് അത്രയും സത്യസന്ധമായിട്ട് ചെയ്ത ബിസിനസ്സാണ്. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത്, നമ്മുടെ 2 ദിവസം മുന്നേ 8:30 നമ്മുടെ പഴയ MLA അനിലക്കര സാറിൻ്റെ ഒരു ലൈവ് വീഡിയോ കാണുകയുണ്ടായി. ഇടയ്ക്കൊക്കെ അദ്ദേഹം പറയണ്ടായിരുന്നു, ഇനി ഞാൻ ഐറിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇനി ഒന്നിനും വരില്ല, ഞാനിനി പറയില്ല. ആൾക്കാർ ഇതിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവസാനം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കേസ് കൊടുക്കൂ, അത് ബഡ്സ് ആക്ട് ഇടൂ, അത് കൊടുക്കൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഇത്രയും ആളിരിക്കുന്നത് നമുക്ക് പൈസ കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെയാണ്. ഇവിടെ എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്, ആൾക്കാരുടെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നും ഇവിടെ ഉറക്കൊഴിഞ്ഞ് നിൽക്കുന്നത് പൈസ കൊടുക്കാൻ തന്നെയാണ്. അല്ലക്കൽ സാർ അതിൽ പറഞ്ഞ കുറേ കണക്കുകളുണ്ട്. അതിലൊരു കണക്ക് പറഞ്ഞത് 1200 കോടിയുടെ തട്ടിപ്പെന്ന് പറഞ്ഞത്. അതിൽ അദ്ദേഹം പറയുന്നു 5 ലക്ഷത്തിൻ്റെ × 3000 പറയുന്നത്. അദ്ദേഹം പറഞ്ഞു 1000 കോടി. അപ്പോൾ 200 കോടി മാത്രമേ നമ്മുടെ 800 രൂപയുടെയും ഡിജിറ്റലിൻ്റെയും ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കണക്കുണ്ട്, 30 ലെവൽ കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു, നടക്കില്ല. ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ 30 ആവണ്ട, 30 ലെവലൊന്നും വേണ്ട. ഒരു 10,000 രൂപ ഇട്ടാൽ അദ്ദേഹം വെറുതെ ഇരുന്നാലും കമ്പനിക്ക് കിട്ടുന്ന ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് കമ്പനി പറയുന്നുണ്ട്. ഇവിടെ ലെവലും അതൊന്നും ആവേണ്ട ആവശ്യമില്ല. അനിൽ സാറേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയും, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പൊതുപ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി സാർ ഈ കാര്യങ്ങൾ ചെയ്യും. കാരണം ഇത്രയും ആൾക്കാരാ, ലക്ഷക്കണക്കിന് ആൾക്കാരാ, സാധാരണക്കാരാ, ഞാൻ അടക്കമുള്ള സാധാരണക്കാരാ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയോട് വന്നിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇതിന് മുന്നിൽ വന്ന് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ഐറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ പ്രതാപൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഉണ്ടാക്കുന്നതിൽ അതിൽ കൂടുതൽ ഇതിൽ വരുന്ന ഓരോ വ്യക്തികളും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം അനിലക്കൽ സാറോട് ഞാൻ ചോദിക്കുകയാണ്, സാറൊന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്. 2016 മുതൽ ഐറിച്ച് ഓൺലൈൻ ഷോപ്പ് ഇവിടെ ഉണ്ട്, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2019 കോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അന്നൊന്നും വന്നില്ല? ഈ കമ്പനി ഇന്ന് വളർന്നു, നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ കുറേ കുത്തക മുതലാളികൾക്ക് ഇവിടെ ജീവിക്കണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണ്. അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കുത്തക മുതലാളികൾ വേണ്ടിയിട്ടാണോ ഇവിടെ നിങ്ങൾ നിലകൊണ്ടിരിക്കുന്നത്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാറേ. ഇത്രയും പഞ്ചപാവങ്ങളായ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം ഞാൻ കുറച്ചും കൂടി ഇതായി പോകുന്നുണ്ട്, ഇമോഷണൽ. കാരണം എന്തറിയോ, ജീവിക്കാൻ പഠിപ്പിച്ചതാണ് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമ്മളെ പോലെയുള്ള ആയിരക്കണക്കിന് ആളുകളെ, 10,000 ആളുകളെ. ഒരു കാര്യം കൂടെ, ഇന്ന് ഈ വീഡിയോ ഇട്ട്, അതായത് നമ്മുടെ സൂം മീറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ട് വിത്തിൻ 10 മിനിറ്റ് കൊണ്ട് നമുക്കെതിരായ വലിയ സംസാരിക്കുന്ന നസീർ സാറിൻ്റെ ഒരു വോയിസ് കേട്ടായിരുന്നു. ഞാൻ സാറിന് വിളിക്കുന്നത് അഭിസംബോധനമാണ്. സാർ,
വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് അറിയോ? അവർ വീഡിയോ വരുന്നുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരെ വീഡിയോ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കൊടുക്കും. സാർ എന്നൊരു സാമാന്യ ബുദ്ധിയില്ല, ആയിരക്കണക്കിന് ആൾക്കാരെ വീഡിയോ ഓപ്പൺ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഓഡിയോ ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ, ഒരു സൂം മീറ്റിംഗ് നടത്തിയിരുന്നല്ലോ. 65 പേരെ വീഡിയോ ഓൺ ആക്കുന്നതിന് ഇവിടെ വിഷയമൊന്നുമില്ല. പക്ഷെ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർ വീഡിയോ ഓപ്പൺ ആക്കുക, ഓഡിയോ ഓപ്പൺ ആക്കുക, അത് നമുക്ക് പറ്റുന്ന കേസല്ല. നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും. നമ്മൾ ഫുള്ള് ലീഗൽ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കോടതി നമുക്ക് വിശ്വാസമാണ്, ഈ നീതിപീഠത്തിൽ നമുക്ക് വിശ്വാസമാണ്. കാരണം നമ്മൾ തെറ്റും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ലീഗൽ ചെറിയ ഫോർമാറ്റുകൾ ഉണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തിയിട്ട് നമ്മൾ വരാൻ തയ്യാറാണെന്ന് നമ്മൾ 100 തവണ പറഞ്ഞതാ. നിങ്ങൾ എന്തിനാണ് വീണ്ടും വീണ്ടും ഇനി ഇന്നൊരു നടന്ന, അതായത് 20-ാം തീയതി നടന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ വൈറൽ ബ്ലോഗിന്റെ കണ്ണാടിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോനെ കുറിച്ച് ഞാൻ കേട്ടതാ. 12 പേരായിരുന്നു ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അവിടെ ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം കേസ് കൊടുത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് പൈസ വാങ്ങി കൊടുക്കാൻ പറ്റുമോ? പക്ഷേ അവിടെ ഒന്നും വേണ്ടിയിട്ടില്ല. ആ മീറ്റിംഗ് അവർക്ക് നടത്താൻ പറ്റിയില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അവർ വീഡിയോ എന്താ, ഇവൻ എന്തിനാണ് മിനിറ്റിന് വെച്ചിട്ട്, അതായത് അപ്പോൾ ആരോ അതിൻ്റെ തൊട്ട് താഴെ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി ആ മെസ്സേജ് ഇട്ടിട്ട്. കാരണം തനിയാവർത്തനം പോലെ ഇതിൽ പാടിക്കൊണ്ടിരിക്കുക. ആ കക്ഷി മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഐറിച്ചിന് നടക്കുന്നുണ്ടോ, ഐറിച്ച് എന്താ കേസ് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളൊക്കെ പരിപാടി? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും സുഹൃത്തുക്കളെ. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പ്രിയപ്പെട്ട ലീഡേഴ്സ് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങൾ ഇതിൻ്റെ ഒരുപാട് ലീഡേഴ്സ് ഇതിനു വേണ്ടിയിട്ട്, കാരണം നമുക്കറിയാം ഒരു കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാ ലീഡേഴ്സും 4 ഭാഗത്തേക്കും ഓടി അത് എന്നവരുടെ മുങ്ങി പണ്ടാരടങ്ങും നമുക്ക് കാണാം. പക്ഷെ ഐറിച്ച് ഓൺലൈൻ ഷോപ്പി അങ്ങനത്തെ ഒരു കമ്പനി അല്ല. സത്യസന്ധമായ കമ്പനി ആയതുകൊണ്ട് ഇതിലെല്ലാവരും വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളും ഇതിനു വേണ്ടിയിട്ട് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കണം. ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോ വ്യക്തികളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഐറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തിരിച്ചു വന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള മുഴുവൻ തുകയും വാങ്ങി തന്നിട്ട് മാത്രമേ നമ്മളിടുന്ന് ഉറങ്ങുള്ളൂ എന്ന് ഞങ്ങൾ ശപഥം ചെയ്യുകയാണ്. അത്രയും സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ക്ലിയർ ആയിരിക്കും. ലീഗൽ നമ്മൾ സത്യസന്ധമായതുകൊണ്ട് ലീഗലിൻ്റെ എല്ലാ വശങ്ങളിലൂടെയും നമ്മൾ സഞ്ചരിക്കുകയാണ്. ഇതിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ മന്ദബുദ്ധികൾ. എത്ര ആൾക്കാർ ഇതിൽ പ്രഗത്ഭന്മാർ, ചാക്കോ സാറടക്കമുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഐറിച്ച് ഓൺലൈൻ ഷോപ്പിനെ വിശ്വസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മഹത്വം കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഒരുപാട് പേര് ഇതിൽ ഇരിക്കുന്നുണ്ടെന്നറിയാം. ജയ് ഐറിച്ച്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.